16 ലക്ഷം രൂപ കൊടുത്ത് അനുമോൾ ഒരു PR എടുത്തിരിക്കുകയാണ്. വല്ലത് പറഞ്ഞോ? എപ്പിസോഡിൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അനുമോൾ പുറത്ത് PR കൊടുത്തിട്ടുണ്ട്. 16 ലക്ഷം രൂപയ്ക്കാണ് PR കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മാരത്തോൺ ഡാൻസ് വന്നിരിക്കുകയാണ്. സീസൺ 3 ഉണ്ടായിരുന്നില്ല ഒരു കലോത്സവം. നമ്മൾ കണ്ടു മടുത്തൊരു കലോത്സവം ഉണ്ടായിരുന്നു. അത് വീണ്ടും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കാര്യമായിട്ടുള്ളൊരു കണ്ടന്റ് ഒന്നും ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നോമിനേഷനും അതുപോലെ തന്നെ ആ ഒരു PR കേസുമാണ് മൊത്തത്തിൽ ഇന്ന് നിന്നത്. പിന്നെ ബാക്കിയെല്ലാം ആ ഒരു ടാസ്കിലേക്ക് അങ്ങ് പോയി. എന്താണ് ഇന്ന് എപ്പിസോഡ് നടന്ന് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷെഹർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ മോർണിംഗ് ടാസ്കിൻ്റെ കേസാണ് പറയുന്നത്. മോർണിംഗ് ടാസ്ക് വേറൊന്നുമല്ല, ഈ വീട്ടിൽ ആരൊക്കെയാണ് PR ഉണ്ടായിട്ടും വീട്ടിൽ ഒന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ, അല്ലെങ്കിൽ PR ഇല്ലാതെ ഇവിടെ നല്ല രീതിയിൽ കളിച്ച് മുന്നേറുന്നത് ആരാണ് എന്നുള്ളൊരു സംഭവമാണ്. എല്ലാവരും അനുമോളുടെ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ PR ഉള്ളതെന്ന് പറഞ്ഞിട്ട് അനുമോളുടെ പേരും പറയുന്നുണ്ട്, ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് നെവിന്റെ പേരും പറയുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ പറ്റി ബിന്നി പറയാണ്, അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് 16 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ PR കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരെല്ലാവരും, അക്ബർ ആണെങ്കിലും ഷാനവാസ് ഞെട്ടിപ്പോയി. 16 ലക്ഷം രൂപയോ? 16 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു ചർച്ച അവിടെ നടന്നു. ബിന്നി ഇങ്ങനെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇഷ്ടപ്പെട്ടില്ല. കാരണം അനുമോള് പറയാണ്, ഞാൻ ബിന്നിനോട് പറഞ്ഞോ? ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ എത്ര ലക്ഷം രൂപയ്ക്കാണ് എടുത്തതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനുമോളും ബിന്നി തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ബിന്നി പറയുന്നത്, അനുമോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ആരും കേട്ടതല്ല. അനുമോൾ എന്നോട് ഡയറക്റ്റ്ലി പറഞ്ഞൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ബിന്നിയും എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ചർച്ച ആയിട്ട് നടക്കുകയാണ്. കാരണം 16 ലക്ഷം രൂപയ്ക്ക് അനുമോൾ PR എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഭയങ്കര ചർച്ചയായിട്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നോമിനേഷനാണ്, എവിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോമിനേഷനിലേക്ക് പോയാണ്. അതിൽ നമ്മുടെ ആദിലയും നൂറയും ആര്യനൊഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഈ ആഴ്ച ആരും ഔട്ടായില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ ഔട്ട് ആവുകയാണെങ്കിൽ ടോപ്പ് 10 ആദില, നൂറ, ആര്യൻ ഉണ്ടാകും. ഈ ആഴ്ച ആരും ഔട്ടായില്ലെങ്കിൽ ആരും ഔട്ടായില്ല. പക്ഷെ എൻ്റെ ഇത് കണ്ടിട്ട് തോന്നുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഇത്ര ആഴ്ച മുന്നോട്ട് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വോട്ടുകൾ കുറവാകാൻ സാധ്യത നെവിനായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച എവിക്ഷൻ വെക്കത്തില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ ഈ നോമിനേഷന്റെ ഇടയിൽ ഷാനവാസിന് കുറെ പേര് വോട്ട് ചെയ്യുന്നത് ജയിൽ കേസാണ്. അത് കുറെ ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷാനവാസ്. അപ്പോ ആ ഒരു കാര്യത്തില് അവിടെ കുറെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ബിന്നിയുടെ ആ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് പോലും നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഷാനവാസ് കുറെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അറിയില്ല, അത് ഭയങ്കരമായിട്ടും ഒരു ചർച്ചയായി. കാരണം ഞാനൊരു ഡോക്ടറാണോ അല്ലെന്നല്ല, പക്ഷെ ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ അവിടെ ഗെയിം കളിച്ചതാണ് എന്ന് പിന്നെയും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഈ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ഡോക്ടറും അതുപോലെ അവരുടെ പ്രൊഫഷണലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഗെയിമായിട്ട് എടുക്കുക. പക്ഷേ ബിന്നി ചെയ്തത് തെറ്റാണ്, അടച്ചിട്ടത് മോശമാണ്, അത് ഞാൻ പറയുന്നുണ്ട്. അത് ബിന്നി തന്നെ പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടും. പിന്നെ നടക്കുന്നത് നമ്മളുടെ കലോത്സവമാണ്, മാരത്തോൺ ആണ്. എല്ലാവർക്കും നല്ല നല്ല അടിപൊളി റോൾ കിട്ടും. എനിക്ക് ഏറ്റവും ചിരി വന്നത് നമ്മുടെ ആര്യന്റെ ലുക്ക് കണ്ടിട്ടാണ്. ഭയങ്കരമായിട്ട് വെളുപ്പിച്ചിട്ട് എൻ്റെ പൊന്നും മുഖം കണ്ടിട്ട് പേടിയായിട്ടും വയ്യായിരുന്നു. സത്യം, ഒരു ഭൂതത്തിനെ പോലെ ആയിരുന്നു. ഒരു നമ്മുടെ ഒരു ഏതൊരു സിനിമ ഉണ്ടായിരുന്നു ഇതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് പേടിയല്ല, കാണുമ്പോൾ അയ്യോ എന്തൊന്നും ഈ മുഖത്ത് കാണിച്ചിരിക്കുന്നു തോന്നിപ്പോയി. അപ്പോൾ മാരത്തോൺ കുറച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു.
എല്ലാവർക്കും നല്ല അടിപൊളി റോളും തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് എപ്പിസോഡ് നടന്നത്. വലിയ കാര്യമായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും PR-ന്റെ ഈ കേസും ഈ നോമിനേഷനാണ് ഇന്ന് എപ്പിസോഡ് നടന്നത്. പിന്നെ ഡാൻസും, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും